വാർദ്ധക്യജന്യ രോഗങ്ങളെല്ലാം ഇന്ന് കുട്ടികൾക്കുണ്ട്. തലമുടി മുഴുവൻ നരയ്ക്കുകയാണ് വളരെ ചെറുപ്പത്തിൽ. വാർദ്ധക്യത്തിലെത്തുമ്പോഴുള്ള ചിഹ്നം തൊട്ട പ്രകൃതം ഓട്ടിസം എന്ന പേരിൽ ആരാധ്യമായി ഓടുകയാണ്. അതും നിങ്ങൾ അഭിമാനിക്കും. കാരണം പഴയൊരു ചൊല്ലുണ്ട് കാരണവന്മാരുടെ, നാണം കെട്ടവന്റെ എവിടെയോ ഒരു ആല് കിളുത്താൽ അത് തണലാണ്. കാരണം കഴിഞ്ഞ ദിവസം ഒരു കുട്ടിയുമായൊരു ആളൊരു വൈദ്യവിശാരദനെ കാണാനെത്തി. അപ്പൊ അദ്ദേഹത്തിന്റെ മുമ്പിലെത്തിയപ്പോ അദ്ദേഹം പറഞ്ഞു ഇത് ഓട്ടിസമാണ്, മാറുമെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ചെറിയ തോതിൽ മരുന്ന് കൊടുക്കാൻ തുടങ്ങി. എൻ്റെ ഒരു പരിചയക്കാരനാണ് ഈ വൈദ്യൻ. അപ്പൊ അദ്ദേഹത്തിന്റെ അടുക്കൽ കുട്ടിയുമായി ഒന്ന് രാവിലെ മുതൽ ഇരിക്കുകയാണ്. ഓട്ടിസമാണ്. അപ്പൊ അദ്ദേഹം ഓട്ടിസത്തിന്റെ പല കാരണങ്ങൾ പറഞ്ഞു. ഒന്ന്, മെർക്കുറി അയോണുകൾ ബ്രെയിനിൽ പ്രവർത്തിച്ചതാണ്, അതിന് കാരണം MMR ആണ്. മീസിൽസ്, മംസ് ആൻഡ് റൂബല്ല, ഇവയ്ക്ക് മൂന്നിനും വേണ്ടി നിങ്ങൾക്ക് വാക്സിൻ തരുന്നുണ്ട്. അതിൽ റൂബല്ലയ്ക്ക് തരുന്ന വാക്സിനിൽ മെർക്കുറിക് അയോൺസ് ഉണ്ട്. ഇത് ചില കുട്ടികളുടെ ജനിതക പ്രത്യേകത കൊണ്ട് അത് ബ്രെയിനിൽ പരിണാമങ്ങളുണ്ട്. റൂബല്ലയുടെ വാക്സിൻ എടുക്കുന്നതോടുകൂടി കോശത്തിന് വാർദ്ധക്യം വരികയും ബ്രെയിൻ വൃദ്ധമായി തീരുകയും ചെയ്യും. അദ്ദേഹം ഒരു കാരണമായതാണ് പറഞ്ഞത്. ആ രംഗത്ത് ഒരുമാതിരിയൊക്കെ പഠിക്കുന്ന ഒരാളായതുകൊണ്ട് അയാളുടെ അന്വേഷണമാണ്. ശരിയോ തെറ്റോ എന്ന് എനിക്കറിയില്ല. ഈ കഴിക്കുന്ന ആഹാരം കൊണ്ടും ജീവിത രീതി കൊണ്ടും ഗർഭകാലത്ത് മാതാവിന്റെ സ്വപ്നങ്ങളും ആഹാര സൂക്ഷ്മങ്ങളും കുട്ടിയിലേക്ക് കടന്നുപോകുമ്പോൾ പിതാവുമൊത്തുള്ള സംഘങ്ങൾ കൊണ്ടും ഗർഭസ്ഥാവസ്ഥയിൽ തന്നെ കുഞ്ഞിന്റെ ബോധപ്രക്രിയയിൽ ലൈംഗികാഭിചാരങ്ങളുടെ സങ്കല്പരേഖകൾ കടന്നു ചെല്ലുകയാൽ അവയവങ്ങളുടെ വളർച്ചയില്ലാത്ത ആ കാലങ്ങളിൽ സൂക്ഷ്മങ്ങളായ ലൈംഗിക അവയവങ്ങളിലേക്ക് കടന്നു ചെല്ലുന്ന സർജന പ്രക്രിയ മസ്തിഷ്കത്തെ മാറ്റിമറിക്കുകയാണ്. ജനിക്കുമ്പോൾ ഈ വൈകല്യങ്ങൾ ഉണ്ടാകുന്നതാണ്. കാരണം ഏറ്റവും കൂടുതൽ മനുഷ്യനെ മാറ്റുന്ന ഹോർമോണുകളുടെ ഇരിപ്പിടമാണ് എൻഡോക്രൈൻ ഗ്ലാൻഡുകൾ, പിറ്റ്യൂട്ടറി, അഡ്രീനൽ, തൈറോയിഡ് രംഗങ്ങളിലുള്ളത്. അപ്പൊ അവിടെ വരുന്ന പരിണാമഭേദങ്ങൾ വാർദ്ധക്യ സഹജമായ ഓട്ടിസം വരുന്നു. അപ്പൊ ഈ കുട്ടിയുമായി വന്നതെല്ലാം അയാൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞ് പറഞ്ഞു ഇതിനെ ചെറുപ്പത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം, ശൈശവത്തിലേക്ക്. രസായന കല എന്നൊരു കലയുണ്ടെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തു. അത് നമുക്കിവിടെ വിടാം. അപ്പൊ ഇയാൾ പറഞ്ഞു, സ്വാമിജി അങ്ങനൊന്നും അല്ല. അദ്ദേഹത്തോട് പറഞ്ഞു, ആ സ്വാമിയാരോട് പറഞ്ഞു അങ്ങനൊന്നും അല്ല സംഭവം. ഞാനിപ്പോ ഓൾ ഇന്ത്യ ഓട്ടിസ്റ്റിക് ചിൽഡ്രൻസ് പേരന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റാണ്. അതുകൊണ്ടാണ് ഈ കാർ വരെ എനിക്ക് ഓടിച്ചു വരാൻ പറ്റുന്നത്. അല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആലുകളെത്താലും തണലാകുന്ന ഒരു സമൂഹമാണ് വളർന്നു വരുന്നത്. അപ്പൊ നിങ്ങൾ പറയും കുട്ടികളിങ്ങനെ ചെറുപ്പത്തിലായതുകൊണ്ട് വരുമാനം ഒരുപാടാണ്, പ്രയോജനങ്ങൾ ഒരുപാടാണ്, ഭൗതികമായി, സ്വപ്നത്തിലല്ല. മറ്റൊരു പ്രയോജനവും കൂടി നിങ്ങൾക്കുണ്ടാവും. നാളെ ആ കുട്ടികളുടെ അടിയന്തരവും കൂടി ഉണ്ടാവും. ഇത് വരാതിരിക്കണമെങ്കിൽ സ്വപ്നത്തിലാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഇപ്പൊ ജാഗ്രത സ്വപ്നം രണ്ടും സ്വപ്നമാണ്, വേറിട്ടല്ല. കാരണം രണ്ടും അന്യഥാഗ്രഹണമാണ്. അന്യഥാഗ്രഹണം, അഗ്രഹണം എന്നൊക്കെ വ്യത്യസ്തങ്ങളുണ്ട്. ഒന്നിനെ അതായി കാണുന്നത് ഗ്രഹണമാണ്. ഒരു വസ്തുവിനെ വസ്തുവായി തന്നെ കാണുക, അത് ഗ്രഹിക്കലാണ്. വസ്തുവിനെ മറ്റൊന്നായി ഗ്രഹിക്കുന്നത് അന്യഥാഗ്രഹണമാണ്. വസ്തുവിനെ ഗ്രഹിക്കാതിരിക്കുന്നത് അഗ്രഹണമാണ്. തന്റെ ബോധത്തെ ജാഗ്രതയിൽ ഈ കാണാവുന്ന വിഷയങ്ങളായി എല്ലാം കാണുന്നത് അന്യഥാഗ്രഹണമാണ്. അതാണ് ജാഗ്രത. അത് പലതുണ്ടെന്നാണ് പറഞ്ഞത്. മഹാജാഗ്രത്, ബീജജാഗ്രത്, ജാഗ്രത് സ്വപ്നം, സ്വപ്ന ജാഗ്രത് എന്നിങ്ങനെ പലതുണ്ട്. ജാഗ്രത് എന്ന പദം ഉപയോഗിക്കുമ്പോൾ ജാഗരിത സ്ഥാനം ബഹിഷ്പ്രജ്ഞമാണ്. ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം എന്ന 5 ഇന്ദ്രിയങ്ങളും വിഷയങ്ങളും, ആ വിഷയങ്ങൾക്ക് 5 ഇന്ദ്രിയങ്ങളും
അവയുടെ ചേർച്ചയുണ്ടായിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അനുഭവങ്ങൾ, അത് മസ്തിഷ്കത്തിലുണ്ടാക്കുന്ന പരിണാമഭേദങ്ങൾ, അത് അന്തസ്രാവികളിലുണ്ടാക്കുന്ന പരിണാമഭേദങ്ങൾ, ഇവയൊക്കെ എടുത്തു നോക്കിയാൽ ബാഹ്യമായ വസ്തുവിനെ കാണുക, കേൾക്കുക, തൊട്ടറിയുക എന്ന് പറയുന്ന ആ ജാഗ്രത്തിൽ കണ്ടു കഴിഞ്ഞ് അതില് പ്രിയവും അപ്രിയവും വരുന്ന വിധം ബോധം ഇടപഴകുമ്പോൾ സ്വപ്നങ്ങൾ ഉണരുകയായി, അന്യഥാഗ്രഹണം സൂക്ഷ്മമാവുകയായി. ഇതിനെ നിങ്ങളുടെ ശാസ്ത്രത്തിൽ നിന്ന് അല്പം ഒന്ന് മൊഴിമാറ്റി പറഞ്ഞാൽ, നിങ്ങളുടെ ശാസ്ത്രപ്രകാരം ഇത് വസ്തുവാണ്, കണ്ണുണ്ട്, പ്രകാശമുണ്ട്, പ്രകാശത്തിന് പ്രമാണ ചൈതന്യമെന്നും വസ്തുവിന്റെ ചൈതന്യത്തിന് പ്രമേയ ചൈതന്യമെന്നും കാണുന്നവന്റെ ചൈതന്യത്തിന് പ്രമാതൃ ചൈതന്യമെന്നും പറഞ്ഞാൽ, പ്രമാതാവായ കണ്ണിന്റെ ചൈതന്യത്തിൽ കണ്ണിന് കാണാനുള്ള കഴിവുണ്ടായാൽ ആ കഴിവിനെ പ്രമാതാവിന്റെ ചൈതന്യമെന്നെടുത്താൽ പ്രമാതൃ ചൈതന്യം, പ്രമാണ ചൈതന്യം, സൂര്യന്റെ പ്രകാശം അല്ലെങ്കിൽ ബൾബിന്റെ പ്രകാശം അല്ലെങ്കിൽ വിളക്ക്, അതുപോലുള്ള പ്രമാണ ചൈതന്യം, പ്രമേയം, ഈ വസ്തു അത് ആ പ്രകാശത്തിൽ തെളിഞ്ഞ് കാണാവുന്നതാണെങ്കിൽ ഇത് മൂന്നും യോജിക്കുന്നിടത്താണ് കാഴ്ചയുണ്ടാകുന്നത്. ഇതുപോലെ മൂന്ന് യോജിക്കുന്നിടത്താണ് കേൾവിയുണ്ടാകുന്നത്. ഇതുപോലെ മൂന്ന് യോജിക്കുന്നിടത്താണ് സ്പർശനമുണ്ടാകുന്നത്. ഇതുപോലെ മൂന്ന് യോജിക്കുന്നിടത്താണ് ഗന്ധമുണ്ടാകുന്നത്. ഇതുപോലെ മൂന്ന് യോജിക്കുന്നിടത്ത് തന്നെയാണ് ശബ്ദമുണ്ടാകുന്നത്. ഇത് നിങ്ങളുടെ ഭാഷയിൽ പറയുമ്പോൾ പ്രകാശം വസ്തുവിൽ പതിച്ച് വസ്തുവിന്റെ ആന്തരികമായ ബാഹ്യമായ ഭാവങ്ങളെ ഉൾക്കൊള്ളുന്ന രണ്ട് പ്രകാശരശ്മികൾ കണ്ണിൽ പതിച്ച് അവ കണ്ണിന്റെ റെറ്റിനയിലെത്തി അവിടെ നിന്ന് സെറിബ്രൽ കോർട്ടക്സിലേക്ക് ഈ വസ്തുതയെ സെൻസറി നെർവുകൾ എത്തിച്ച് ആ പ്രതീതി അവിടെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതിനെ കാണുന്നു. ഇങ്ങനെയാണ് നിങ്ങൾ പഠിച്ചതെന്ന് തോന്നുന്നു. ഇവിടെ ജാഗ്രതത്തില് ഈ കാണുന്ന വസ്തു ഭൗതികമാണ്. കാണുന്നവന്റെ കണ്ണ് ഭൗതികമാണ്. കാഴ്ചയ്ക്ക് കാരണമായി പ്രകാശിക്കുന്ന പ്രകാശവും ഭൗതികമാണ്. പക്ഷേ വ്യക്തികൾ കാണുന്നത് വ്യത്യസ്തമായ, പ്രിയാപ്രിയങ്ങൾ വ്യത്യസ്തങ്ങളാണ്. അത് പഠിക്കാത്തിടത്തോളം, അതറിയാത്തിടത്തോളം, അത് ചിന്തിക്കാത്തിടത്തോളം നിങ്ങളുടെ പഠിപ്പ് വെറുതെയാണ്. അതുകൊണ്ടാണ് ജാഗ്രത പോരാ എന്ന് ഞാൻ പറഞ്ഞത്. ഈ ഭൗതിക വസ്തുവിൽ ഭൗതികമായ എന്റെ കണ്ണ് ഇതിന്റെ മുമ്പിൽ മുഖാമുഖം വന്ന് സൂര്യപ്രകാശം ഇതിൽ വീണ് ഭൗതികമായ സൂര്യപ്രകാശം ഇതിന്റെ രണ്ടക്ഷങ്ങളിൽ നിന്ന് പതനരശ്മികളും പ്രതിപതനരശ്മികളുമായി തീർന്ന് പ്രതിപതനരശ്മിയും പതനരശ്മിയും ഉണ്ടാക്കുന്ന രംഗം എന്റെ റെറ്റിനയിൽ ഇതിന്റെ തലകീഴായൊരു പ്രതിബിംബം ഉണ്ടാക്കിയാൽ അതിനെ എന്റെ സെൻസറി നെർവ് സെറിബ്രൽ കോർട്ടക്സിൽ എത്തിച്ച് പൂർവ്വ അനുഭവങ്ങളിൽ നിന്ന് ഇത് മൈക്കാണ് എന്ന് കണ്ടെത്തുമ്പോൾ, ഈ കണ്ടെത്തലെല്ലാം ഭൗതികമാണെങ്കിൽ ലോകത്തുള്ള എല്ലാ മനുഷ്യനും എല്ലാം ഒരുപോലെ കാണേണ്ടതാണ്. പക്ഷെ അങ്ങനെയല്ല. കാണുന്ന വസ്തുവിനെ ആസ്പദമാക്കി കൊല്ലാനും വെല്ലാനും സ്നേഹിക്കാനും കെട്ടിപ്പിടിക്കാനും എന്നുവേണ്ട ലോകത്തിലെ സമസ്ത രംഗങ്ങൾക്കും ഇടയാകുന്നുവെങ്കിൽ കാഴ്ചയുടെ അന്തർലീനമായ രഹസ്യം ഭൗതികമല്ല, ജാഗ്രതമല്ല. ഒരു സ്ത്രീ വരുന്നു, വീട്ടിൽ നിന്ന് 3 പുരുഷന്മാർ ഇറങ്ങി നിൽക്കുന്നു. ഒന്ന് അവരുടെ മകൻ, മറ്റൊന്ന് അവരുടെ ഭർത്താവ്, മറ്റൊന്ന് അവരുടെ അച്ഛൻ. ആ സ്ത്രീ ശരീരത്തിലേക്ക് വന്ന സൂര്യരശ്മി അച്ഛന്റെ കണ്ണുകളിൽ പതിക്കുമ്പോഴുണ്ടാകുന്ന അച്ഛന്റെ വികാരങ്ങളും ഭർത്താവിന്റെ കണ്ണിൽ പതിക്കുമ്പോഴുണ്ടാകുന്ന ഭർത്താവിന്റെ വികാരങ്ങളും മകന്റെ കണ്ണിൽ പതിക്കുന്ന രശ്മി പതിക്കുമ്പോഴുണ്ടാകുന്ന മകന്റെ വികാരങ്ങളും ഒന്നാകണമെന്നാണ് നിങ്ങളുടെ ഭൗതിക ശാസ്ത്രത്തിന്റെ കാഴ്ചപ്പാട്. ഒന്നാകുന്നതോടെ നിങ്ങളുടെ ജീവിതം വ്യർത്ഥമായി. മൂന്നും മാറുന്നില്ല, മൂന്നും ഏകമാണ്. ഭൗതികമായി മൂന്നും ഏകമാണ്. കാരണം അച്ഛന്റെ കണ്ണ് സൃഷ്ടിച്ചിരിക്കുന്ന വസ്തുക്കൾ തന്നെയാണ് മകന്റെ കണ്ണ് സൃഷ്ടിച്ചിരിക്കുന്നത്. മകന്റെ കണ്ണിനെ സൃഷ്ടിച്ചിരിക്കുന്ന വസ്തുക്കൾ തന്നെയാണ് ഭർത്താവിന്റെ കണ്ണിലും സൃഷ്ടിച്ചിരിക്കുന്നത്. അവിടെ ഒന്നും വ്യത്യാസങ്ങളില്ല. ഇതിന്റെ മാറ്റർന്ന് ദ്രവ്യത്തിന് യാതൊരു മാറ്റവും ഇല്ലാതിരിക്കുമ്പോഴും ദ്രവ്യേതരമായിരിക്കുന്ന ഒന്നവിടെ പ്രതിപ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് സ്വപ്നത്തിന്റെ വസ്തുത. പ്രമാണത്തിന്റെ പൊട്ടൻസിക്ക് മാറ്റമുണ്ടായതുകൊണ്ട്
പ്രമാതാവിന്റെ വികാരങ്ങൾക്ക് മാറ്റമുണ്ടാവില്ലല്ലോ. മാത്രവുമല്ല, പ്രമാണത്തിന്റെ പൊട്ടൻഷ്യൽ, സൂര്യന്റെ പ്രകാശം മകന്റെ കണ്ണിലേക്ക് തള്ളയെ പതിപ്പിക്കുന്നതിന് പ്രത്യേക ജാടകളൊന്നും സൂര്യൻ അവിടെ നിന്ന് ചെയ്തിട്ടില്ലല്ലോ. പ്രമാണമായിരിക്കുന്ന സൂര്യന് മാറ്റമൊന്നുമില്ല, രശ്മിക്ക് മാറ്റമൊന്നുമില്ല. ഒരേ സമയത്തെ രശ്മിയാണ് 3 പേരിലും പതിച്ചിരിക്കുന്നത്. കണ്ണുകൾ ഭൗതികങ്ങളാണ്. മകൻ അമ്മയെ കാണുന്ന സമയത്ത് ഭർത്താവിന്റെ കണ്ണുകളാണ് അവിടെ ഇരിക്കുന്നതെങ്കിൽ മിക്കവാറും അമ്മയോ മകനോ ഒരാൾ ആത്മഹത്യ ചെയ്യോ, അല്ല 2 പേരും ആത്മഹത്യ ചെയ്യും. സോ എങ്ങനെയാണ് ഈ വൈകാരിക വ്യത്യാസം? സ്വപ്നത്തിന്റെ ശാരീരിക പ്രതിഭാസം എന്താണ്? ആ 3 തരങ്ങളും വസ്തുവിലില്ല. സ്ഥൂലമായിരിക്കുന്ന ഒരു സ്ത്രീ മാത്രമാണ്. സ്ഥൂലമായിരിക്കുന്ന ഒരു സ്ത്രീ, അവർക്ക് മാറ്റമൊന്നുമില്ല. ഒരു മകന്റെ നേരെ തിരിഞ്ഞപ്പോ പ്രത്യേക വേലയൊന്നും അവർ കാണിച്ചില്ല. ഉടുത്ത സാരിയൊക്കെ അത് തന്നെയാ. ഭർത്താവിന്റെ നേരെ തിരിച്ചപ്പം ഇതൊക്കെ പഠിച്ചും കാണിച്ചില്ല. കാരണം വിവേചനം എന്നൊക്കെ പറഞ്ഞാൽ ബുദ്ധി കയറി വന്നിട്ട് ആലോചിച്ചുണ്ടാകുന്ന സാധന. അമ്മയെ മകൻ കാണുമ്പോൾ ആലോചിക്കാനൊന്നും നേരമില്ല. എന്റെ അമ്മയെ ഞാൻ കാണുകയാണ്, ഞാനിരുന്ന് ആലോചിച്ചിട്ട് ഇത് അമ്മയാണ്. ആലോചിച്ച് വരുമ്പോഴത്തേക്ക് ഭർത്താവിനും ഭാര്യയ്ക്കും വികാരമൊന്നും ഇല്ലാതാവും. ആലോചന ഇല്ലാത്തപ്പോഴാണ് വികാരമൊക്കെ. അവിടെ വിശ്വൻ മറയുകയും ഒരുപോലെ വൈശ്വാനര സങ്കല്പങ്ങളിൽ നിന്ന് വിശ്വനായി കണ്ട കാഴ്ച മറയുകയും ഇതെന്ത് എന്ന ചോദ്യത്തിന് ഉത്തരമായി ഇത് സ്ത്രീ എന്നതിനു പകരം സൂക്ഷ്മമായി ഇത് അമ്മ എന്നൊരുത്തൻ കാണുകയും ഇത് ഭാര്യ എന്നൊരുത്തൻ കാണുകയും ഇത് മകൾ എന്നൊരുത്തൻ കാണുകയും ഇതം വൃത്തിയിൽ നിന്ന് വസ്തുവൃത്തിയിലേക്ക് പരിണമിച്ച ഒരറിവ് വസ്തുവൃത്തി മനോവൃത്തിയായി മാറിയപ്പോൾ വസ്തു മാറുകയും തന്റെ പൂർവാനുഭവങ്ങളിൽ നിന്ന് ഇതിന് താൻ സങ്കല്പിക്കുന്ന പ്രിയത്തിന്റെ മറ്റൊരു വസ്തു സമാനമായി അവിടെ സൃഷ്ടിക്കപ്പെടുകയും. ഒരു പരസ്ത്രീയോട് നിങ്ങൾക്ക് ബന്ധപ്പെടണമെങ്കിൽ പോലും നിങ്ങളുടെ ഭാര്യയുടെയോ പൂർവജന്മ ഭാര്യമാരുടെയോ സ്വപ്നങ്ങൾ അവൾ ഉണർത്തണം. നിങ്ങൾക്ക് ഉണരുകയും വേണം. ഉണർന്നാൽ, ഉണരാതിരുന്നാൽ ഭാഗ്യം, മര്യാദയ്ക്കൊക്കെ തല്ലുകൊള്ളാതെ ജീവിക്കാം. ഉണർന്നാൽ പിന്നെ നിങ്ങൾക്കും എനിക്കും ആർക്കും ബോധം ഉണ്ടാവില്ല. അതുകൊണ്ട് കുറ്റം പറയാനൊക്കെ സൊസൈറ്റിയെ എളുപ്പമാണ്. അതുകൊണ്ട് ഇതറിഞ്ഞിട്ട് വേണം ജീവിക്കാൻ ഇറങ്ങാൻ, ഇതറിഞ്ഞിട്ട് വേണം സന്യസിക്കാൻ, ഇതറിഞ്ഞിട്ട് വേണം സാമൂഹ്യ പ്രവർത്തകനായി ഓടി നടക്കാൻ, ഇതറിഞ്ഞിട്ട് വേണം അയൽവക്കംകാരന്റെ വീട്ടിൽ കയറി ഒരു കസേരയിലിരിക്കാൻ. ഇതറിയാതിരുന്നാൽ ചിലപ്പോൾ കൂടെ പലരും പോരും. ജാഗ്രത് സ്വപ്നങ്ങളിലേക്കുള്ള ഈ ഇടവേളയിൽ വെച്ച് വഴിമാറുമ്പോൾ ഇതം വൃത്തിയിൽ നിന്ന് അഹംവൃത്തിയിലേക്കുള്ള ഒരു പരിണാമം. നിങ്ങൾ കണ്ട പോലെ കാണിക്കുന്ന പ്രകാശം, കാണുന്നവൻ കാണുന്ന വസ്തു എന്നതിന്റെ ഗതീയതയിലുള്ള പതനരശ്മിയും പ്രതിപതനരശ്മിയും ഒക്കെ അടങ്ങുന്ന പഠനങ്ങൾക്ക് പൗരാണികർ നൽകിയൊരു ഭാഷ്യം ഇതാണ്. ആ കാഴ്ചയൊക്കെ ശരിയാണ് ഭൗതികമായി. പക്ഷെ കാണുന്നതിനെ വ്യത്യാസപ്പെടുത്തുന്നത് വർണ്ണിക്കാൻ നിങ്ങളുടെ ശാസ്ത്രം ജാഗ്രതത്തിനപ്പുറത്തേക്ക് പോയിട്ടില്ല. ശാസ്ത്രത്തിന് പോകാൻ കയ്യിൽ ഉപകരണങ്ങളില്ല. അതിന് തത്വചിന്തയെ വഴിയുള്ളൂ. ശാസ്ത്രം അതിന്റെ സൂക്ഷ്മമായ ഐതിഹാസിക തലങ്ങളിലെത്തുമ്പോൾ, ക്ലാസിക്കൽ സ്റ്റേജ്, ദ്രവ്യം പിന്മാറുകയും ഭാവദ്രവ്യം ഉടലെടുക്കുകയും ചെയ്യും. ഭാവദ്രവ്യങ്ങളെ പഠിക്കുവാൻ ഭൗതിക ശാസ്ത്രത്തിന്റെ അളവുകോലുകൾ പര്യാപ്തങ്ങളല്ല. സൂക്ഷ്മയ സൂക്ഷ്മബുദ്ധിഭി ത്വഗ്രയാ ബുദ്ധിയ സൂക്ഷ്മയ സൂക്ഷ്മബുദ്ധിഭി സൂക്ഷ്മദർശിഭി. അവിടെ ഉപകരണം സ്വന്തം ബുദ്ധിയാണ്. അതിന് ഇന്ദ്രിയങ്ങൾ പോരാ, ഇന്ദ്രിയങ്ങൾ അടക്കണം. അതിന് ഒളിമുതലം പഴം അഞ്ചുമുണ്ട് നാറും നടികയിലേറി നയേന മാറിയാടുന്ന കിളികളെ അരിയണം. പഞ്ചേന്ദ്രിയങ്ങളാകുന്ന ഉപകരണങ്ങൾ കൊണ്ട് ശബ്ദസ്പർശ രൂപരസഗന്ധാദികളാകുന്ന വിഷയങ്ങളിലൂടെ അനുഭവിച്ച് പഠിക്കാൻ പോയ ശാഖയ്ക്ക് ഇവിടം വരെ എത്താൻ പറ്റുള്ളൂ. ഇന്ദ്രിയങ്ങളെ അകത്തേക്കാക്കി ചെയ്യണം. പരാഞ്ചി ഖാനി വെതൃണ സ്വയംഭൂ തസ്മാത് പരം പശ്യതിനാന്തരാത്മൻ കശ്ചിത് ധീര പ്രത്യേകാത്മാനമൈക്ഷതാവൃത്ത ചക്ഷുരമൃതത്വമിച്ഛൻ. പുറത്തേക്കുള്ള നോട്ടം നിർത്തണം, അകത്തേക്ക് നോക്കണം. അതിന് അന്ധകരണം ശുദ്ധമാകണം. അന്ധകരണം ശുദ്ധമല്ലാത്തവൻ എപ്പോഴെങ്കിലും അകത്തേക്ക് നോക്കിയാൽ ഭയം കൊണ്ട് ആത്മഹത്യ ചെയ്തു പോകും.
കാരണം സ്വന്തം പൂർവകർമ്മങ്ങളുടെ ലോകം മുഴുവൻ ഉണർന്നു വരും. പൂർവകർമ്മങ്ങളുടെ ലോകം ഉണരാതിരിക്കണമെങ്കിൽ പൂർവകർമ്മങ്ങളെ വിസ്മൃതിയിലേക്ക് നയിക്കുകയും പൂർവകർമ്മങ്ങളെ മാറ്റിയെടുക്കുകയും അന്ധകരണത്തെ വിശുദ്ധമാക്കുകയും ചെയ്യണമെങ്കിൽ സന്ധ്യാവന്തനാദികൾ കൃത്യമായി ഉണ്ടാവണം. അല്ല, ഒരു അഭ്യാസം കൊണ്ടും ഈ പണി നടക്കുകയില്ല. വിശുദ്ധാന്തകരണന് മാത്രമേ ഭയമില്ലാതെ അകത്തേക്ക് നോക്കാൻ പറ്റൂ, ഏകാന്തതയെ ഉപാസിക്കാൻ പറ്റൂ. പ്രാർത്ഥനയ്ക്ക് പോലും ഇന്ന് കൂട്ടായ്മ വേണം. കാരണം ഒറ്റയ്ക്കിരിക്കാൻ പറ്റില്ല, പേടി വരും. അപ്പോ അന്ധകരണം വിശുദ്ധമായാൽ സ്വപ്നത്തിന്റെ ഉറവകൾ അറിയാൻ പറ്റും. അതറിയുന്നതിനുള്ളൊരു പ്രകരണമാണ് പറഞ്ഞത്. ഇതെന്ത് എന്നൊരു വൃത്തിയുണ്ട്. എന്ത് കാണുമ്പോഴും കൊച്ചുകുട്ടികൾ ചോദിക്കും ഇതെന്താന്ന്. ആ ചോദ്യം നമുക്കുമുണ്ട്. ഇപ്പൊ നമ്മൾ മാന്യന്മാരായതുകൊണ്ട് ഒളിച്ചു വെച്ചിരിക്കുകയാണ്. നമുക്ക് കുട്ടികളെ പോലെ ചോദിക്കാൻ പറ്റില്ല മറ്റുള്ളവരുടെ അതെന്താന്ന്. അതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടെ മാന്യമായി ചോദിച്ചറിയാൻ ശ്രമിക്കും. സൂത്രത്തിൽ ആ ഇതം വൃത്തി കഴിഞ്ഞാൽ അതിന്റെ വസ്തുവൃത്തി നമ്മളിൽ ഉണ്ടാവും. അതിനെയാണ് നമ്മൾ ഭൗതികജ്ഞാനം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ ആ വസ്തു അങ്ങ് എടുത്തു മാറ്റിയാലും മനസ്സ് വസ്തുവിന്റെ ആകാരത്തിലിരിക്കും. അതിന് മനോവൃത്തി എന്ന് പറയും. ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് അവിടെ മുതലാണ്. അവിടുന്നാണ് നമ്മുടെ പണികളെല്ലാം കുഞ്ചര ശൗചമായി മാറുന്നത്. ആന കുളിച്ചു കഴിഞ്ഞാൽ കുറച്ചു കഴിഞ്ഞാൽ മണ്ണ് വാരിയിടും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ നോവൽ വായിക്കും, വലിയ വലിയ നോവലിസ്റ്റുകൾ അവാർഡ് വാങ്ങിക്കും നോവൽ എഴുതിയിട്ട്. നിങ്ങളത് വായിക്കും, അതിലെ കഥാപാത്രങ്ങളുമായി താതാത്മ്യം പ്രാപിക്കും. ആ താതാത്മ്യം പ്രാപിക്കുമ്പോൾ മനോവൃത്തിയിൽ അവരെത്തിക്കഴിഞ്ഞ് താതാത്മ്യം കഴിഞ്ഞാൽ റിയലിസത്തിന്റെയും സർറിയലിസത്തിന്റെയും ലോകങ്ങളിൽ വായിച്ചാസ്വദിക്കുന്ന ആധുനിക തലമുറ ആ കഥാപാത്രത്തിന്, ആ നായകന്, ആ നായികയ്ക്ക് എന്തെല്ലാം കുഴപ്പങ്ങളുണ്ടോ അതെല്ലാം നിങ്ങളുടേതായി ഭാവിയിൽ മാറും. നിങ്ങൾ കരയാൻ നായകൻ രോഗിയാണെങ്കിൽ ആ രോഗം നിങ്ങൾക്കുള്ളതാണ് നാളെ. സ്വപ്നം എങ്ങനെയാണ് രോഗം ഉണ്ടാക്കുന്നത്? മുട്ടത്ത് വർക്കിയും പൊൻകുന്നം വർക്കിയും OV വിജയനും M മുകുന്ദനും MT വാസുദേവൻ നായരുമൊക്കെ നിങ്ങളുടെ സമുദായ ശരീരത്തിൽ ഏൽപ്പിച്ച രോഗങ്ങളുടെ പട്ടിക അവരെഴുതിയ കഥാപാത്രങ്ങളോട് ചേർന്ന് നിൽക്കുന്ന പ്രശ്നസങ്കുലങ്ങളായ ജീവിതങ്ങളിൽ നിന്ന് സർറിയലിസവും റിയലിസവും വഴി നിങ്ങൾ നേടിയത് എന്താണ് എന്ന് സൂക്ഷിച്ചു നോക്കിയാൽ മനഃശാസ്ത്രത്തിന്റെ പാഠങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അവരെ ചെറുതാക്കാൻ പറഞ്ഞതല്ല. 1965 അമേരിക്കയിൽ 35 ലക്ഷം പേർ ക്യാൻസർ വന്ന് മരിച്ചു. സർറിയലിസവും റിയലിസവും സാഹിത്യ നഭോമണ്ഡലത്തിൽ വികസിച്ചിരുന്ന അമേരിക്കയിൽ 35 ലക്ഷം പേർ ക്യാൻസർ വന്ന് മരിച്ചു. 35 ലക്ഷം പേർ മരിച്ചു എന്നുള്ള കണക്ക് സർ റിച്ചാർഡ് നിക്സൺ, അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ്, പാർലമെന്റിൽ അവതരിപ്പിച്ചതാണ്. ഞാൻ പറഞ്ഞതല്ല. അന്ന് കേരളത്തിലെ സാധാരണ വീടുകളിൽ പോലും പണിക്കൊരുത്തൻ വന്ന് പണിയാൻ പറമ്പിൽ പോവുകയാണെങ്കിൽ മുറുക്കാൻ വേണം, ബീഡി വേണം, സിഗരറ്റ് വേണം. 65 വലിക്കാത്തവർ പോലും വലിക്കാനാണ് കല്യാണത്തിനും അടിയന്തരത്തിനും പോകുന്നത്. എല്ലാ അടിയന്തരങ്ങളിലും കല്യാണങ്ങളിലും മേശപ്പുറത്ത് മുറുക്കാനും ബീഡിയും പുകയിലയും വെറ്റിലയും സിഗരറ്റും ഒക്കെ വേണം. അന്നൊന്നും കേരളത്തിൽ ഒരാൾക്കും ഈ ക്യാൻസർ ഒന്നും കണ്ടില്ല. 80-90 വയസ്സിലെത്തിയ സ്ത്രീകളുടെ ബ്രസ്റ്റ് ഒന്നും റിമൂവ് ചെയ്തില്ല. സൃഷ്ടിരംഗത്ത് 10ഓളം പിള്ളേരെ പ്രസവിച്ചവരാ, 1-2 ഒന്നുമല്ല. രാവകല് പുകയുമടിച്ച് നല്ലപോലെ പണിയെടുത്ത് കൂട്ടുകുടുംബത്തിനകത്ത് അത്യധ്വാനം ചെയ്ത് മൈലുകൾ അകലെന്ന് വെള്ളവും ചുമന്ന് വിറകും പെരുക്കിക്കൊണ്ടുവന്ന് നനഞ്ഞ വിറക് ഊതി ഊതി കത്തിച്ച് പണിയെടുക്കുന്നതിനിടയിൽ രാവിലെ എല്ലാവർക്കും ഉണ്ടായിക്കൊടുത്ത് പട്ടിണി കിടന്ന്, ഉച്ചയ്ക്ക് എല്ലാവർക്കും ഉണ്ടായിക്കെടുത്ത് പട്ടിണി കിടന്ന് 4 മണിയായപ്പോ വീണ്ടും പിള്ളേർക്ക് ആഹാരം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ പോലും ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാതെ പണിയെടുത്ത് സന്ധ്യ മയങ്ങിക്കഴിഞ്ഞാൽ വീട്ടിലുള്ള പുരുഷന്മാർക്ക് റാന്തൽ എടുത്തുകൊണ്ടുവന്ന് സ്ത്രീ തന്നെ അത് കാരവെള്ളം കൊണ്ട് കഴുകി തുടച്ച് വൃത്തിയാക്കി ആ തിരിയുടെ അറ്റം കണ്ടിച്ച് കളഞ്ഞ് കത്തിച്ച് ഇത് വെളിച്ചമില്ലാതെ പോകരുത്, പാമ്പും പഴുതാരയുള്ള സ്ഥലമാണ് എന്ന് പറഞ്ഞത് കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്ത് വിടുമ്പോൾ, പിള്ളേർക്ക് പഠിക്കാൻ ചിമ്മിനി വിളക്കുകൾ തുടച്ചെടുത്തുകൊണ്ടെന്ന് വച്ചു കൊടുക്കുമ്പോൾ, ആ സൗഭാഗ്യങ്ങളൊക്കെ കണ്ടും കേട്ടും അനുഭവിച്ചും വളർന്നവർ ഇതിനിടയിലിരിപ്പുണ്ടെങ്കിൽ മാത്രം അംഗീകരിച്ചാൽ മതി. ഇതും കഴിഞ്ഞ് ഒരു കുപ്പി അതിന്റെ അടപ്പ് കുത്തിത്തുറന്ന് അതിൽ കൂടെ ഒരു തിരി പന്തം കണക്കിട്ട് അതും കത്തിച്ച് അതിന്റെ പുകയും അടിച്ച് വൈക്കോല് വരെ വലിച്ചിട്ട് കൊടുത്ത പെണ്ണുങ്ങള് ചുമച്ചില്ല, തുമ്മിയില്ല, അലർജി ഉണ്ടായില്ല, ദേഹം മുഴുവൻ ചൊറിഞ്ഞു പറഞ്ഞ് നാശമായില്ല, അലർജിക്ക് ടാബ്ലറ്റ് അടിച്ചില്ല, ഇൻഹേലർ അടിച്ച് ശ്വാസം വിടേണ്ടി വന്നില്ല. ഈ കൊച്ചമ്മമാർക്കൊക്കെ എന്തെല്ലാം വേണം?
ഇതും കഴിഞ്ഞ് ഭർത്താവിനെ കാത്തിരിക്കും. ഇവൻ വന്നാൽ ചൂടുവെള്ളം കുളിക്കാനും എടുത്തു വെച്ച് കഞ്ഞി വെള്ളത്തിനകത്ത് പുളിശ്ശേരിയും ഒഴിച്ച് മാങ്ങാക്കറിയും ഒക്കെ ഒഴിച്ച് കൃത്യമായി കൊടുത്ത് സന്തോഷിപ്പിച്ച് കുളിയും കഴിഞ്ഞ് വരുമ്പോൾ ആഹാരം വിളമ്പിക്കൊടുത്ത് അടുക്ക നിന്ന് കഴിപ്പിച്ച് ഒരു നേരം മാത്രം അവനെ കഴിപ്പിച്ച് കിടത്തിയിട്ട് വന്ന് ഒരു നേരം മാത്രം കഴിച്ച് പോയി കിടക്കുമ്പോൾ പണിയെടുത്ത് ക്ഷീണിച്ച ആ ശരീരം അവന്റെ കാമനയ്ക്ക് നിന്നുകൊടുത്തിട്ട് അതിൽ ഗർഭം ധരിച്ച് ഗർഭിണിയായാൽ ഒരു പരിശോധനയില്ല. ഇത് 2 ആഴ്ചയിൽ ഒരിക്കൽ പോവും കെട്ടി എഴുന്നള്ളിച്ച്. ഒരു പരിശോധനയില്ല. സുഖമായിട്ട് പണിയെടുത്ത് വയറ്റിലൊരു കുഞ്ഞ്, എളിയിൽ വേറൊരു കുഞ്ഞ്, തലയിലൊരു കുടം വെള്ളം, ഇങ്ങനെ ചുമന്ന് പണിയെടുത്ത് കഴിഞ്ഞ് പ്രസവ വേദന വരുമ്പോൾ ഒരു പതിച്ച് വന്ന് അതും വയറ്റാട്ടി അവള് വന്ന് കോഴി പൊരുന്തക്കിരിക്കുന്ന, കോഴി മുട്ടയ്ക്ക് കയറിയ പിള്ളേരപ്പുറത്ത് തൂറിമുള്ളി കിടക്കുന്ന, ഇങ്ങേപ്പുറത്ത് നെല്ല് കൂട്ടിയിട്ടിരിക്കുന്ന, വൈക്കോല് മുറ്റത്തിട്ടിരിക്കുന്ന ആ വീടിനകത്തേക്ക് ഒരു പാത്രം ചൂടുവെള്ളവുമായി കയറി പ്രസവം എടുത്തിട്ട് ജനിച്ച കുഞ്ഞുങ്ങൾക്ക് ഇന്നുള്ള ഈ രോഗങ്ങളെല്ലാം കാണാനില്ല. സ്ത്രീക്കും ഈ രോഗങ്ങളൊന്നുമില്ല. അങ്ങനെ 10ഓളം പ്രസവിക്കുക. യൂട്രസ് താന്നില്ല, ഓവറി ഇറങ്ങിപ്പോയില്ല, ഓവറിയിൽ സിസ്റ്റം യൂട്രസിൽ ഫൈബ്രോയിഡും വന്നില്ല, സെർവിക്സിലും ഓവറിയിലും യൂട്രസിലും ബ്രസ്റ്റിലും ക്യാൻസർ വന്നില്ല, പഴുത്തു ചീഞ്ഞ് നാല് നടന്നില്ല. പക്ഷെ അമേരിക്കയിൽ അന്ന് 35 ലക്ഷം പേർ ക്യാൻസർ വന്ന് മരിച്ചു. പിന്നെ എങ്ങനെയാണ് ഈ ക്യാൻസർ ഇത്രയും ഇവിടെ പടർന്നു പിടിച്ചത്? അന്ന് കേരളത്തിലെ കൊട്ടകകളില് സിനിമയിൽ നായകനും നായികയ്ക്കും ക്യാൻസർ ആയിരുന്നു മുഖ്യ വിഷയം. കാശ് മുടക്കി വണ്ടി പിടിച്ചു ചെന്ന് കാശ് മുടക്കി ടിക്കറ്റ് എടുത്ത് കയറിയിരുന്ന് കൊട്ടയയ്ക്കകത്ത് അബ്രപാളിയിൽ സത്യനോ രാഗിണിയോ ശ്രീവിദ്യയോ അഭിനയിക്കുന്ന സിനിമകളിൽ നായകനോ നായികയ്ക്കോ ക്യാൻസർ വന്ന് മരണവേദന അനുഭവിക്കുമ്പോൾ അതും കൊണ്ട് ഓടുന്ന ആശുപത്രികളും ബഹളങ്ങളും ഓപ്പറേഷനുകളും, അതിനിടയിലുള്ള നായകൻ നായികയ്ക്ക് ക്യാൻസർ ആയതുകൊണ്ട് കരയുമ്പോഴും നായകന് ക്യാൻസർ വന്ന് നായിക കരയുമ്പോഴുമെല്ലാം അത് അഭിനയിക്കുകയാണെന്നും അതൊരു സ്ക്രിപ്റ്റ് റൈറ്റർ എഴുതിയ സ്ക്രിപ്റ്റാണെന്നും അത് അബ്രപാളിയിൽ കാണുന്ന ചിത്രം മാത്രമാണെന്നും ഓർത്തിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് കരയാനാവില്ല. പക്ഷെ നിങ്ങൾ അവിടെ ഇരുന്ന് കരഞ്ഞു, കണ്ണുനീർ വർത്തു. വോളണ്ടറി ആക്ഷനും ഇൻവോളണ്ടറി ആക്ഷനുമുള്ള നിങ്ങളുടെ ഹോർമോണുകളിൽ പലതും സജീവമാവുകയും കണ്ണുനീർ ധാരധാരയായി പ്രവഹിക്കുകയും ചെയ്തത് നിങ്ങളുടെ തന്ത ചത്തുപോയിട്ടല്ല. ഒരു പക്ഷേ തന്ത വീട്ടിൽ ചത്തുപോയാൽ നിങ്ങൾ ഇങ്ങനെ കരയില്ല. അപ്പൊ കരഞ്ഞത് ആർക്ക് രോഗം വന്നിട്ടാണ്? നിങ്ങൾക്ക്. താതാത്മ്യം കൊണ്ട് നിങ്ങൾ ഏറ്റെടുത്തു രോഗം. അത് അഭിനയിച്ച് അരങ്ങത്ത് വിരാജിച്ച നായികാനായക സങ്കല്പങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ സജീവമാക്കിയ നടീനടന്മാരെല്ലാം ആ രോഗം വന്നാണ് മരിച്ചത്. നിങ്ങളുടെ സാഹിത്യവും കലയും നിങ്ങളുടെ ശാസ്ത്രവും നിങ്ങൾക്ക് സംഭാവന ചെയ്തത് വികല ജീവിതത്തിന്റെ സ്വപ്നങ്ങൾ മാത്രമാണ്. സ്വപ്നത്തെ അംഗീകരിക്കാത്ത, ജാഗ്രതത്തിനെ മാത്രം അംഗീകരിച്ച ശാസ്ത്രത്തിന്റെയും കലയുടെയും പിന്നാമ്പുറ കാഴ്ചകളിൽ മുഖ്യമായ ഒന്നിതാണ്. മതങ്ങളുടെ കെട്ടുകാഴ്ചകളും ശാസ്ത്രത്തിന്റെ ജാഥകളും ശാസ്ത്രീയ ജീവിതത്തിന്റെ അന്വേഷണങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത് സൗഭാഗ്യത്തിന്റെ നല്ല നാളുകളല്ല, ചേതനയെ മരവിപ്പിക്കുന്ന മാരക രോഗങ്ങളുടെ ഈറ്റില്ലങ്ങളെയാണ്. ഇവിടെയാണ് സ്വപ്ന പഠനം വിഷാദതന്തുരമാകുന്നത്. നല്ലപോലെ കാണണം. സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികൾ ഇനിയും ഉണ്ടാകണമെങ്കിൽ അവിടുന്ന് എഴുന്നേക്കരുത്. അവിടുത്തെ ഡോക്ടർമാർക്ക് തൊഴിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളതിന്റെ മുമ്പിൽ തന്നെ ഇരിക്കണം. തള്ളയും മകളും മകനും ഒക്കെ കൂടെ ഒന്നിച്ചു തന്നെ പറ്റുമെങ്കിൽ കാണണം. എന്തുകൊണ്ടാണ് ഭരതനും മറ്റും നാട്യശാസ്ത്രത്തിലും മറ്റും സർറിയലിസത്തിന്റെ ലോകങ്ങളെ നിന്ദിക്കുകയും അവ അവതരിപ്പിക്കരുതെന്ന് പറയുകയും ചെയ്തത്? സ്വപ്നത്തിന്റെ ഈ വെളിച്ചത്തിലാണ്. മനുഷ്യന്റെ സ്വപ്നചേതനയുണ്ടെന്നും ഒരു വാക്കുപോലും സ്വപ്നമായി വരുമെന്നും 10% പെൺകുട്ടികൾ നിങ്ങളുടെ രാജ്യത്ത് ആദ്യത്തെ പ്രസവത്തോടെ മെന്റൽ രോഗികളായി മാറുന്നുണ്ട്. ഏറ്റവും പക ഭർത്താവിനോടാണ്. അത് കഴിഞ്ഞാൽ ആ ജനിച്ച കുഞ്ഞിനോട്. തരം കിട്ടിയാൽ കുഞ്ഞിനെ കാലെ പിടിച്ചടിക്കും. അതുകൊണ്ടിപ്പം തള്ള കുഞ്ഞിനെ വളർത്തുകയാണ്, ഇവക്ക് മരുന്നും കൊടുക്കും. കേരളത്തിൽ ഉടനീളം കാണുന്ന കാഴ്ചയാണ്. എന്തുകൊണ്ടാണ്? ഭർത്താവും അച്ഛനും അമ്മയും ഒക്കെ വെളിയിലിരിക്കുമ്പോൾ അകത്തേക്ക് കയറ്റി പ്രസവം എടുക്കുന്ന ഗൈനക്കോളജിസ്റ്റ് പറയുന്ന തെറി. ആ തെറി കേൾക്കുമ്പോൾ അതിന് കാരണക്കാരനായത് ഭർത്താവാണ്. ഈ ഗർഭം ധരിച്ചിവിടെ വരാൻ കാരണക്കാരൻ അവനാണ്. അവനോടുണ്ടാകുന്ന പക. ഈ കുട്ടിയാണ് തന്നെ തെറി കേൾപ്പിച്ചത്, അതിനോടുണ്ടാകുന്ന പക. അപ്പൊ അതുകൊണ്ട് സ്വപ്നമാണ് ഈ ജീവിതം. അതുകൊണ്ട് പിള്ളേര് വളരുമ്പോൾ സ്വപ്നത്തിലൂടെ വേണം നോക്കാൻ. നല്ല സ്വപ്നങ്ങൾ പിള്ളേരെ കാണിക്കാൻ പഠിക്കണം. നല്ല മനുഷ്യനെ പറ്റിയുള്ള നിർവചനം തന്നെ ടെന്നിസൺ ഇൻ മെമ്മോറിയത്തിൽ പറയുന്നത് വിക്ടർ ഇൻ ഡ്രാമ, വിക്ടർ ഇൻ റൊമാൻസ്, ക്ലൗഡ് വീവർ ഓഫ് ഫണ്ടാസ്മൽ ഹോപ്സ് ആൻഡ് ഫിയേഴ്സ്, ചൈൽഡ് ലവർ, വേഡ് ടൈറ്റൻ,
ബൈ ദ വിന്റർ വെയിറ്റ് ഓഫ് ഇയേഴ്സ് ആസ് യെറ്റ് അൺബ്രോക്കൺ എന്നാണ്. ഒരു നല്ല സ്വപ്ന സൃഷ്ടാവായി ജീവിക്കണം ഈ പ്രപഞ്ചത്തിൽ. നിങ്ങളുടെ വാക്കുകളിൽ ഒളിഞ്ഞിരിക്കുന്ന സ്വപ്നം, ലോകത്തിന് നൂറ്റാണ്ടുകളിലൂടെ സ്വപ്നം മനോഹരമായി നൽകിയ റൊമാൻറ്റിക്കുകളുണ്ട്. മാനവ സങ്കല്പങ്ങളുടെ സ്വപ്നലോകത്ത് മേയുന്നവർ ഭാഗവതമൊക്കെ ആ ദൃഷ്ടിയിൽ പഠിച്ചു നോക്കണം. ദശമസ്കന്ധവും മറ്റും ഫിലോസോഫിക്കലായി സപ്താഹത്തിന് പോയിരുന്ന് കേട്ടിട്ട് കാര്യമില്ല. സ്വപ്നം എന്ന് പറയുന്നതിന് വളരെ ഗാഠതയുണ്ട്. കുട്ടികളുടെ സ്വപ്നമാണ് മനോഹരമായി വളർത്തിക്കൊണ്ടുപോകുന്നത്. പഴയ അമ്മ മെഴുക്കുരട്ടി വെച്ച പാത്രത്തിൽ ജലപ്പിശാചി മുത്തശ്ശിയൊക്കെ ഉണ്ടെങ്കിൽ ചോറിട്ട് തിരുമ്മി ഉരുട്ടി അവിടെ വെച്ച് 4 മണിക്ക് ബെല്ലടിക്കുന്നതും കാത്തിരിക്കുന്നവൻ എന്തിനും മീതെ സ്വപ്നത്തിൽ ആ ഉരുള ഉണ്ണാനാണ് ഓടുന്നത്. സ്വപ്നം വളരെ വിശാലമാണ്. ഈ സ്വപ്നവും ചെന്ന് ലയിക്കുന്നത് മറ്റൊരിടത്താണ്. അതാണ് കാരണം. അതിന്റെ പേര് സുഷുപ്തി എന്നാണ്. ജാഗ്രത്തിനെ സ്വപ്നത്തിലറിയുക, സ്വപ്നത്തെ സുഷുപ്തിയിലറിയുക എന്നൊക്കെ ആചാര്യന്മാരിൽ ചിലരെങ്കിലും പറയും. ഭാവാത്മകമായ ഒരു സുഷുപ്തി ദർശിക്കാൻ അല്പം പാടാണ്. ജാഗ്രതും സ്വപ്നവും മതിക്കുമ്പോൾ ഇത് തിരിച്ചറിയാതെ ധ്യാനപരതയിലേക്ക് പോയാൽ മഹാരോഗങ്ങൾ ഉണ്ടാവും. ഓജക്ഷിയേത ക്രോധക്ഷുത് ധ്യാന ശോക ശ്രമാദിഭി എന്ന ആയുർവേദാചാര്യൻ. അതുകൊണ്ട് ചുമ്മാ കയറിപ്പോയി ധ്യാനിക്കാനൊന്നും ഇരിക്കരുത്. ധ്യാനമൊന്നും പരിശീലിക്കാൻ അത്ര എളുപ്പമല്ല. ധ്യാനിച്ച് ചിലപ്പോൾ ഉന്മാദമൊക്കെ ഉണ്ടാവും. ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ആ വഴിക്കാണ് സ്കീസറോഫീനിയ. ബ്രെയിനിന്റെ കുറെ കോശങ്ങൾ പോയി കിട്ടും. നമ്മുടെ സൈക്കാട്രിക് ഹോസ്പിറ്റലുകളിൽ ധ്യാനിച്ചവരെ ഏറ്റവും കൂടുതൽ കിടക്കുന്നത്. ഒരുപാട് അത്ഭുതങ്ങളൊക്കെ കാണുന്നുണ്ട്. വളരെ സൂക്ഷിച്ചേ ചെയ്യാവും. പോരെങ്കിൽ ധ്യാനത്തിന് മന്ത്രദീക്ഷ ഞങ്ങൾ വാരിക്കോരി കൊടുക്കുന്ന കാലം പോയത്. ക്രോധം, വിശപ്പ്, ധ്യാനം, ശോകം, ശ്രമം, പരിശ്രമം, ഈ 5 ഓജസ്സിനെ ക്ഷയിപ്പിക്കും, രോഗങ്ങളെ ഉണ്ടാക്കും. ഓജക്ഷിയേത ക്രോധക്ഷു ധ്യാന ശോക ശ്രമാദിഭി. ക്രോധം ഓജസ്സിനെ ക്ഷയിപ്പിക്കും. കോപിച്ചാൽ സെൻസ്വസ് ചേഞ്ച് ഉണ്ടാവും, ഗ്ലാൻഡുലർ ചേഞ്ച് ഉണ്ടാവും, ബയോകെമിക്കൽ ചേഞ്ച് ഉണ്ടാവും, മെറ്റബോളിക്കൽ ചേഞ്ച് ഉണ്ടാവും. ക്രോധം വളരെ സൂക്ഷിക്കേണ്ടതാണ്. ക്രോധം പരിത്യജിക്കണം ബുധജനം. മറ്റോ വിചാരിച്ചാലും പരിത്യജിക്കാനൊന്നും പറ്റില്ല. ധർമ്മകാര്യങ്ങളിൽ വരുന്ന ക്രോധത്തിന് മന്യു എന്ന് പറയും. അത് ആരോഗ്യമുണ്ടാക്കും. ഒരു തെറ്റ് ചെയ്യാൻ ഒരുങ്ങുമ്പോൾ അവനവനെ തിരുത്തുവാനുള്ള ക്രോധം ആരോഗ്യമാണ്. ഒരാൾ നമ്മുടെ കൂടെ കൂടിയിരിക്കുകയാണ്, നമ്മൾ പതിക്കും അയാളുടെ കൂട്ടത്തിൽ. അപ്പൊ അയാളെ കോപിച്ചോടിക്കണം. അടുപ്പിക്കരുത്. ആരായിരുന്നാലും അടുപ്പിക്കരുത്. അകലെയെന്ന് കാണിക്കുന്ന ഒരു അനുശാസനം ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ആരോഗ്യം വേണമെങ്കിൽ. എല്ലാത്തിനെയും പ്രിയത്തിൽ കെട്ടിപ്പിടിക്കുന്നത് സംഗതി പെശക. അതുകൊണ്ട് ക്രോധം വേണം. എവിടെ? മന്യുരസി മന്യും മൈദേഹി. അതിനെ ശിവനെന്നാ പറയുക, രുദ്രൻ. അവൻ സദാ തലച്ചോറിലുണ്ടാകണം. രുദ്രനെ കൈവിട്ടൊരു നിമിഷം ഉണ്ടാവരുത്. രുദ്രൻ ഉണ്ടെങ്കിൽ മാത്രമാണ് രക്ഷപ്പെടാൻ പറ്റുക. രുദ്രൻ കൂടെയില്ലാത്തവൻ രക്ഷപ്പെടാൻ പ്രയാസമാണ്. ക്ഷുത്ത്, വിശപ്പ് ഓജസ്സിനെ ക്ഷയിപ്പിക്കും. 3 മണിക്കൂറിൽ കൂടുതൽ പട്ടിണിയിരിക്കരുത്. ഉപവാസമൊക്കെ വളരെ പരിശീലിച്ചിട്ട് മാത്രമേ ചെയ്യാവൂ. 90% സ്വാമിമാരും ഏതാണ്ട് 100% ഉപവാസികളും ഒക്കെ അൾസറും അസിഡിറ്റിയും ഉള്ളവരാണ്. എന്നിട്ടാണ് ഉപദേശം കൊടുക്കാൻ നടക്കുന്നത്. ഈ അസിഡിറ്റിയോടുകൂടി കൊടുക്കുന്ന ഉപദേശം എല്ലാം കുളമാവും. ആരോഗ്യം ശരീരത്തിന് നല്ല പോലെ ഉണ്ടെങ്കിലേ അന്യനെ ഉപദേശിക്കാൻ പോകാവൂ. ശാരീരിക രോഗങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ മാനസിക രോഗങ്ങൾ കൂടുതലാണെന്നാണ് അർത്ഥം. ശരീരം മനസ്സിനകത്താണ് ഇരിക്കുന്നത്. ശരീരത്തിനകത്ത് മനസ്സല്ല. മനസ്സ് സൂക്ഷ്മവും ശരീരം സ്ഥൂലവുമാണ്. അതുകൊണ്ട് പട്ടിണിയൊന്നും കിടക്കരുത്. ദൈവം തമ്പുരാനെ കാണാൻ പട്ടിണിയൊന്നും കിടക്കണ്ട. നല്ല മനസ്സുണ്ടായാൽ മതി. അതിനകത്ത് അയാൾ വരും. വിളിക്കാതെ വരുന്ന ഒരാളാണത്. ആ വിളിച്ചതുകൊണ്ട് വരണമെന്നില്ല. വരികയില്ലെന്ന് ഞാൻ പറയില്ല. വിളിച്ചതുകൊണ്ട് വരണമെന്നില്ല. നീഡ് നോട്ട് ബി. അതുകൊണ്ട് പട്ടിണിയൊന്നും കിടക്കരുത്. 6 മണിക്കൂറിൽ കൂടുതൽ പട്ടിണി ഇരിക്കരുത്.
3 മണിക്കൂറിന് മുമ്പ് ആഹാരവും കഴിക്കരുത്. അതാണ് വിശപ്പിന്റെ വിളി അറിയുന്നവൻ ചെയ്യേണ്ടത്. ഇടയ്ക്കിടയ്ക്ക് കഴിക്കരുത്, അജീർണമൊക്കെ വരും. കൊന്നാൽ ആ ദഹിച്ചു ചേരുന്ന സാധനമെല്ലാം മനസ്സിനെ കളയും. ക്രോധ, ക്ഷുത്, ധ്യാനം. കാരണം അങ്ങനെയുള്ളവൻ ധ്യാനിക്കാനിരിക്കുമ്പോൾ വിഷയങ്ങൾ ചിന്തിക്കും. അപ്പൊ ക്ഷീണം വേഗം വരും. യാതൊരുവനാണോ കർമ്മേന്ദ്രിയാണി സംയമ്യ ആസ്തേ മനസ്സാസ്മരനിന്ദ്രിയാർത്ഥാൻ വിമൂഢാത്മാ മിഥ്യാചാര സൗച്യതേ. കർമ്മേന്ദ്രിയങ്ങളെ അടക്കി പിടിച്ചിട്ട് ധ്യാനമാണെന്ന് പറഞ്ഞ് അകത്ത് കയറിയിരുന്നു കൊണ്ട് വിഷയലോകങ്ങളെ ധ്യാനിക്കുന്നത് അവൻ മിഥ്യാചാരനാണ്. യസ്വിന്ദ്രിയാണി മനസാ നിയമ്യാരഭതേർജുന കർമ്മേന്ദ്രിയ ഈ കർമ്മയോഗം അസക്ത സവിശിഷ്യതേ. അതുകൊണ്ട് അത് ശീലിച്ച് അന്ധക്കരണം ശുദ്ധമായി വിഷയങ്ങൾ ഇല്ലാതായി കഴിഞ്ഞിട്ട് മാത്രമേ ഇരിക്കാവൂ. ധ്യാനം നല്ലതാണ് ആ സ്റ്റേജിൽ. ശോകം, ദുഃഖവും ഇതുപോലെ തന്നെയാണ്. പരിശ്രമം, കൂടുതൽ കായക്ലേശവും ഇങ്ങനെ തന്നെയാണ്. ഇവയെല്ലാം ഈ രോഗമുണ്ട്. അതുകൊണ്ട് ധ്യാനിക്കുക എന്ന് പറഞ്ഞത് ജാഗ്രത്, സ്വപ്നം ഇവയെ സുഷുപ്തിയിൽ ദർശിക്കാൻ കഴിയുക.